അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ എന്താ ഇൻട്രോ എടുത്ത് നമ്മൾ കുറേയില്ല ഇങ്ങനെയൊക്കെ ഇൻട്രോ എടുത്തിട്ട്. സോ നമ്മളിന്നൊരു നല്ലൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ഇന്നിപ്പോൾ ഡേറ്റ് ഓഗസ്റ്റ് 20 സെപ്റ്റംബർ 15 ഓണം വരുന്നത്. പക്ഷെ നമ്മളെ ഓണപ്പരിപാടി എൻ്റെ സ്കൂളത്തെ ഓണപ്പരിപാടി 27. സോ ഇനി 7 ദിവസമുണ്ട്, കറക്റ്റ് 1 വീക്ക്. സോ 1 വീക്ക് ആയതുകൊണ്ട് തന്നെ ഷർട്ടും മുണ്ടാണ് ഞാൻ എപ്പോഴും ഇടുക. അതന്നെ ഈ പ്രാവശ്യം അത് തന്നെയാണ്. സോ ആ ഷർട്ടിനുള്ള തുണി എടുക്കാൻ പോവാണ്. തുണി എടുത്തിട്ട് അടുപ്പിച്ച് ഷർട്ട് ഓണത്തിന് അങ്ങനെയാണ്. പിന്നെ മുണ്ട് വാങ്ങും. മുണ്ട് ഉണ്ടെങ്കിൽ പക്ഷേ നാളെ വാങ്ങാൻ വിചാരിച്ച് മുണ്ടും ഷർട്ടും. നമുക്ക് 27 തീയതിയാണ് ലാസ്റ്റ് എക്സാം. പിന്നെ വ്ളോഗും വീഡിയോ വരാത്ത പിന്നെ എക്സാം അതിനോടാണ്. ഒരു 3 എക്സാം കഴിഞ്ഞ് ഇനി 5 ഉണ്ട്. സോ 27 തീയതി കൂട്ടി 27 തീയതിയാണ് നമ്മൾ ഓണപ്പരിപാടി. സോ അതിലേക്ക് വേണ്ടിയാണ് ഷർട്ടും മുണ്ടും എടുക്കാൻ പോകുന്നത്. ഷർട്ടിൻ്റെ തുണി അടുപ്പിക്കും മുണ്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തുണി മുണ്ടും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് കസവ് കേന്ദ്രമല്ലേ, കസവ് കേന്ദ്രയിലാണ്. ഇനി അവിടെ എത്തിനാണ് പായസം മഷി പൈസ ഞാൻ വന്നിട്ട് കുടിക്കാം. മമ്മൻ്റെ തുണി എടുത്തോളൂ. മോനെ ഇറ്റ്സ് ഫിനിഷ്. മമ്മ കൊണ്ടുവരട്ടെ ഓഫീസോടെ. ശരിക്കും പറയണം, ഞാൻ ഓഫീസിൽ തുണി എടുക്കണം, മുണ്ട് കൊടുക്കണം. സോ ഞാനും ഓഫീസും ശരിക്കും ഓഫീസിൽ ഡ്രസ്സ് ഉണ്ടാവും. വീട്ടിൽ തുണി മുണ്ട് കൊടുക്കണം, എനിക്ക് കൊടുക്കണം. അപ്പോൾ അമ്മ രണ്ടാളും ഉണ്ട്, പിന്നെ അമ്മ ഉണ്ട്, പിന്നെ എൻ്റെ കസിനും ഉണ്ട്. താത്ത ഇങ്ങനെ 4 ആളാണ് പോകുന്നത്. ഓളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പായസം കൊണ്ട്, അതാണ് നിങ്ങൾ നേരത്തെ കണ്ട ക്ലിപ്പ്. പായസം കൊണ്ടിങ്ങനെ ഇളനീർ പായസമല്ലേ. സോ നമ്മൾ 4 ആളാണ് പോകുന്നത്. സോ എൻ്റെ കസിന് ഓളെ വീട്ടിൽ നിന്ന് പായസം കൊണ്ടില്ല, ഇളനീരിൻ്റെ പായസം ഓളെ തന്നെ ഉണ്ടാക്കിയത്. ഇറ്റ് വാസ് ടു ഗുഡ്. സ്റ്റൂ ആണ് സീൻസ് ആണ്. സോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഥ. അപ്പോൾ ബാക്കി കഴിച്ച് നേരെ കസവ് കേന്ദ്രം അത് ഓട്ടോ കിട്ടാൻ പോവാണ്, ഓട്ടോ പിടിക്കാൻ ജംഗ്ഷനിലേക്ക്. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇൻട്രോയിലൊക്കെ കണ്ട പോലെ നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. സോ നമ്മൾ കസവ് കേന്ദ്രയിലാണ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കസവ് കേന്ദ്രയിൽ വന്ന് ഇവിടെ നമ്മൾ ശരിക്കും എപ്പോഴും തോട്ടത്തിലെ പോയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക വിചാരിച്ച് കസവ് കേന്ദ്രം പോയി വിചാരിച്ച്. സോ ദിസ് ഈസ് ലൈക്ക് ഈ വീഡിയോ വെച്ചാൽ ഓണത്തിൻ്റെ ഷോപ്പിംഗ്, ഓണ സെലിബ്രേഷൻ ഉണ്ട് സ്കൂളിൽ. സോ സ്കൂളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ അതിൻ്റെ ഒരു വ്ളോഗായിട്ട് കൂട്ടിയാൽ മതി. സോ നമ്മളങ്ങനെ കസവ് കേന്ദ്രം എത്തി. മോനെ അവിടെ മുട്ടായിത്തെരുവ് ബാക്കിൽ നിൽക്കണം. അമ്മാടി തിരക്കാണ്. എത്രയാണ് ആൾക്കാർ പൂരപ്പറമ്പിൽ ഉത്സവത്തിന് പോയ മാതിരിയാണ്. അമ്മാരി ആൾക്കാരാണ് അവിടെ. അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരുണ്ട്. പിന്നെ എസ്എംസിക്ക് കാര്യമായിട്ട് അമ്മയുടെ ആൾക്കാർ പിന്നെ തുണിയൊക്കെ വലിച്ചു വാരിയിട്ട്. പക്ഷെ ക്രൗഡുണ്ട്, അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ. പക്ഷെ പോകേണ്ടവർ കുറച്ച് നേരത്തെ പോവാം, കുറച്ച് നേരത്തെ മീൻസ് ലൈക്ക് ഒരു ഉച്ചന് മുമ്പേ പോവാം, എന്നാലും കുറച്ച് ക്രൗഡ് കുറയുള്ളൂ. നമ്മൾ പോയപ്പോൾ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ 2 തുണി സെലക്ട് ചെയ്ത് 2 തുണി ആയിരുന്നു ഞാൻ ആ ബ്ലാക്ക് എടുത്ത്. സോ അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ നല്ലപോലെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. പക്ഷെ നിങ്ങൾ നല്ല വൃത്തിക്ക് നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരും. സോ നിങ്ങൾ നല്ല സാറ്റിസ്ഫൈ ആവും. അടിപൊളി നല്ല സാധനം എടുത്തത്. പിന്നെ ഞാൻ കുറേ നോക്കിയിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമായതൊരു സാധനമായിരുന്നു, അത് ഞാൻ എടുത്ത്. സോ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഓണത്തിൻ്റെ സമയത്ത് വരും. സോ ആ വ്ളോഗ് കാണാം. സോ ഓണത്തിന് അന്നാണ് നമ്മൾ ഇട്ടിട്ടുള്ള നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു തരാം. സോ നമ്മൾ ഷർട്ടിൻ്റെ തുണി എടുത്ത് 2 ആളും ഞാനും ഓഫീസും. ഇനി നേരെ 5th ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ ഷർട്ടിൻ്റെ തുണി. ഗായ്സ് ഇനി നേരെ 5th ഫ്ലോറിലേക്കാണ്. ലിഫ്റ്റ് കയറി 5th ഫ്ലോർ എത്തി. ബിക്കോസ് നമുക്ക് തുണി എടുക്കണം, മുണ്ട് എടുക്കണം. ധോത്തി നമുക്കില്ല. മുണ്ട് ശരിക്കും നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ പുതിയ എടുക്കാൻ വിചാരിച്ച്. സോ എൻ്റെ ശരിക്കും ഒരു സിൽവർ ബ്ലാക്ക് തീം ഷർട്ട് ആയതുകൊണ്ട് ഞാൻ സിൽവർ കരമുള്ള മുണ്ടെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഹാഫീസ് ഒരു ഗോൾഡൻ കസവുള്ള മുണ്ട്. ഓനെ ശരിക്കും
തുണി എടുത്ത് ഓരോ അടിപൊളി ഇതിൻ്റെ തുണി ഇതാട്ടോ, ഇതുകൊണ്ട് ഷർട്ടും അടിപ്പിക്കും, സിൽവർ കാര്യമുള്ള മുണ്ടും. പിന്നെ നമ്മൾ ശരിക്കും കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും സ്കൂളിൽ. സോ തുണി നമ്മൾ ബെൽറ്റ് വാങ്ങി. സോ ഇടാനും ഊരാനൊക്കെ സിമ്പിളായിരിക്കും. സിൽവർ കാര്യമുള്ള മുണ്ടും ആ ഷർട്ടും അടിപൊളിയാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഓഫീസിന് കൊടുത്ത് അമ്മ കൊടുത്ത് ബില്ല് ചെയ്തിട്ട് നേരെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ 5ാം നിലയാണല്ലോ. പിന്നെ ഇറങ്ങുമ്പോൾ ഒരു എക്സസൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മളെന്താക്കി ഇറങ്ങി. നമ്മൾ സാധാരണയായിട്ട് ഇറങ്ങി ലിഫ്റ്റ് കയറേണ്ട വിചാരിച്ചിട്ട് 5 നില കുറച്ച് പണി ഉണ്ടേന് കേട്ടോ ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങി അത്യാവശ്യം നല്ലോണം ഇറങ്ങിയപ്പോൾ ഒരു 2nd ഫ്ലോർ 3rd ഫ്ലോറൊക്കെ ആകുമ്പോൾ നല്ല കളക്ഷൻ കിട്ടും. 5 ഫ്ലോറിലും നല്ല കളക്ഷൻ. കുട്ടികളുടെ ഉടുപ്പ്, സ്കേർട്ട്, അങ്ങനെ വലിയ ആൾക്കാർ സാരി, കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട് ഉണ്ട്, ലൂയിസ് ഫിലിപ്പ്, പിന്നെ US പോളോ, അലൻസോളി, ലിവൈസ്, ഷർട്ട് ബ്രാൻഡ്സും ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ മൂന്ന് രാത്രി എന്ത് രസമാണ്. ഗൈസ് ഇപ്പം നമ്മൾ കസവ് കേന്ദ്ര വന്ന് ഏകദേശം ഓണത്തിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സോ മുണ്ടുണ്ട്, പിന്നെ ഷർട്ടിൻ്റെ തുണി എടുത്തിങ്ങനെ മുണ്ടുണ്ട്. ഇതൊക്കെയാണ് വീട്ടിൽ നിന്ന് കാണിച്ചത്. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഷർട്ടിൻ്റെ തുണി എടുത്ത് 2ആക്കും, പിന്നെ 2ആക്ക് 2 മുണ്ടെടുത്ത്. സോ മൊത്തത്തിൽ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് എൻഡിങ് നമ്മൾ ഓട്ടോയിലൊക്കെ വിചാരിച്ചാൽ. സോ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് 2ആക്ക് തുണിയൊക്കെ എടുത്ത് ഷർട്ടിൻ്റെ അതിനെ അടുപ്പിക്കാനുള്ളൂ. അടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ പോയി സംഗീത പോയാലും കാലത്തടിക്കാണ്. അതൊക്കെ എന്നാകട്ടെ സംഗീതമാണ്. നമ്മൾ സംഗീതയിലേക്കാണ് ജസ്റ്റ് ഉണ്ട് ഓഫീസുണ്ട്, സംഗീതയിലേക്കാണ്. ഇനി അവിടുന്ന് പലുതടിച്ചിട്ട് വീട്ടിൽ പോകും. സോ നമ്മൾ തുണി എടുത്തതൊക്കെ ഒരു അടുപ്പിക്കാനൊക്കെ ഉണ്ട്. സോ അടുപ്പിച്ച് നമ്മളെ തുണിയൊക്കെ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഓണപ്പരിപാടി ഉണ്ട് സ്കൂളിൽ, അതിനേക്കാളും എടുത്തത്. അപ്പോൾ അന്ന് നമ്മൾ ഫുള്ള് സെറ്റപ്പായിട്ട് നമ്മൾ വീഡിയോ ഇടും, അന്നും ഇടും. ഇതൊന്നോ നാളായിട്ട് അപ്ലോഡ് ആവില്ല അമ്മ, അതൊന്നോ നാളായിട്ട് അപ്ലോഡ് ആവും. സോ അന്ന് ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റായിട്ട് സ്കൂളിൽ പോണ ഒരു വ്ളോഗ് വരും. അത് അടുത്ത ആഴ്ചയ്ക്ക് ഓണപ്പരിപാടി അന്ന്. ഇതൊന്നോ നാളായിട്ട് റിലീസാവും. സോ സോ ഇനി ഫുള്ള് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പാലൂതടിക്കാവുന്നതാണ് സംഗീതത്തിൽ. ഇനി നേരെ പാലൂതടിച്ചിട്ട് വീട്ടിലേക്ക്. വേണമെങ്കിൽ മറ്റേ വീഡിയോയിലൊക്കെ എടുക്കാം. ഇന്നത്തെ പാലൂത കുടിച്ചോടെ നമ്മളെ വീഡിയോ അവസാനിക്കാണ്. സോ പാലൂതൊക്കെ കുടിച്ച് ഫുൾ സെറ്റാണ്. ഇനി നേരെ ഓട്ടോറിക്ഷ ഓടിക്കുക, വീട്ടിൽ പോവാം. നാളെ എക്സാമൊക്കെ ഉണ്ട്, പഠിക്കാനുണ്ട്. ഇനി വരുന്ന പുതിയ വീഡിയോയിൽ കാണാം. സോ ഇഷ്ടമായിട്ട് എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.